ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അത് ഒന്നല്ല. നമ്മൾ നോ എന്നുള്ളൊരു കാര്യം പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ഈ മാർക്കറ്റിങ് കാര്യങ്ങളെല്ലാം ഇത്രയധികം വിപുലീകരിച്ച് നിൽക്കുന്ന ഈ സമയത്ത്, ഈ സാഹചര്യത്തിൽ, ഈ സന്ദർഭത്തിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുള്ള ഒരാൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാനൊന്ന് വിവരിക്കാൻ പോവുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ലിസ്റ്റ് ബൈ ലിസ്റ്റായിട്ട് ഞാൻ പറയാം ഞാൻ ചെയ്യുന്ന ജോലികൾ. ഒന്ന്, ഞാൻ ടേർട്ടിൽ മിൻറ്റ് പ്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ രജിസ്റ്റേർഡ് ആണ്. അതിലെനിക്ക് ഇൻഷുറൻസ്, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അഗെയിൻസ്റ്റ് ലോൺസ്, ക്രെഡിറ്റ് കാർഡ്സ് എല്ലാം സെല് ചെയ്യാനായിട്ട് ഓപ്ഷനുണ്ട്. രണ്ട്, വൺ കോഡിൽ നിന്ന് നേരത്തെ അറിഞ്ഞിരുന്ന ഇപ്പോൾ സെഡ് പാർട്ട്ണർ എന്ന് അറിയപ്പെടുന്ന പ്ലാറ്റ്ഫോമിൽ ക്രെഡിറ്റ് കാർഡും അതേപോലെ തന്നെ മറ്റ് ബിസിനസ് ലോണും കാര്യങ്ങളെല്ലാം സെല് ചെയ്യുന്നുണ്ട്. പിന്നെ മൈ ഫസ്റ്റ് പാർട്ട്ണർ ആപ്പ് എന്ന് പറഞ്ഞിട്ട് IDFC ബാങ്കിൻ്റെ ഓപ്പർച്യൂണിറ്റിയും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. IDFC ബാങ്കിൻ്റെ ലോൺസ്, ബിസിനസ് ലോൺസ്, പർച്ചേസ് ലോൺസ്, റീപർച്ചേസ് ലോണെല്ലാം സെല് ചെയ്യാനായിട്ട് എനിക്ക് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അതും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ പല ബാങ്കുകളിലും ഡയറക്റ്റ് പോയി സംസാരിച്ച് കമ്മീഷൻ ബേസിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള കാറ്റഗറിയും കൂടെ ഞാൻ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതുപോട്ടെ, എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, ഹോക്കറാസ് എന്നുള്ളത്. അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ എനിക്ക് ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അതും ചെയ്യാനായിട്ട് തയ്യാറെടുപ്പിലാണ്. പിന്നെ അതുകൂടാതെ എൻ്റെ സുഹൃത്തുമായിട്ട് കൊളാബ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 12,000 മേലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഫ്ലിപ്കാർട്ട് അസോസിയേഷനും ഉണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ട് അസോസിയേഷനും നടക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പല കമ്പനികളായിട്ട് നേരിട്ട് സംസാരിച്ച്, ഇപ്പോൾ ഇൻഷുറൻസ് ആണെങ്കിൽ തന്നെ ഞാൻ പലരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒറ്റയ്ക്ക് എനിക്കിത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ പല ഏജൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് അങ്ങോട്ടും എനിക്ക് ഇങ്ങോട്ടും കിട്ടാവുന്ന രീതിയിൽ കമ്മീഷൻ റവന്യൂ ഷെയർ ചെയ്തിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് റിലയൻസ് കമ്പനിയായിട്ടാണ്. കാരണം അത്യാവശ്യം എന്താ പറയുക, റിലയൻസ്, നിവ, ബൂപ്പ ഇവയെല്ലാം നല്ല ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസാണ്. ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടിരിക്കുന്നത് ന്യൂ ഇന്ത്യയിലാണ്. പക്ഷേ ന്യൂ ഇന്ത്യയിൽ പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ വരുന്നതുകൊണ്ടിട്ട് അത് കസ്റ്റമർക്ക് ഇത്തിരി അൺറിലയബിളാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ന്യൂ ഇന്ത്യ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കുന്നത് നിവ, ബൂപ്പ, റിയഷ്യൂർ, ടൈറ്റാനിയം 2, അതേപോലെ തന്നെ ടൈറ്റാനിയം പ്ലസ്, അതേപോലെ റിലയൻസിൻ്റെ ഇൻഫിനിറ്റ് ഗെയിൻ എന്നൊക്കെ ഉള്ള പോളിസീസാണ് ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇൻഷുറൻസ് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ടൈം ഉപയോഗിച്ചിട്ട് മാക്സിമം ഏണിങ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഇൻഷുറൻസ്. അതിന് വേണ്ട യോഗ്യത SSLC മാത്രമാണ് യോഗ്യത വരുന്നുള്ളൂ. ആ SSLCയും ഒരു പാൻ കാർഡും ഒരു അക്കൗണ്ട് നമ്പറും പിന്നെ ഒരു IC38ൻ്റെ XCMഉം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഷുറൻസ് ഏജൻ്റ് ആവാം. ഞാൻ ഉദാഹരണ സഹിതം പറയുകയാണ്, ഒരു ബൈക്കിൻ്റെ ചെയ്താൽ നമുക്ക് 200 രൂപ കിട്ടും. അതേപോലെ ഒരു ഓട്ടോറിക്ഷ ചെയ്താൽ ഒരു 500 രൂപ കിട്ടും. ഒരു കാറ് ചെയ്താൽ ഒരു 1100 രൂപ കിട്ടും. അങ്ങനെ പല രീതിയിലാണ് നമുക്ക് റവന്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ റവന്യൂസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, ജീവിതത്തിൽ ക്ലയൻസിനെ സബ്സ്ക്രൈബർ മോഡൽ ബിസിനസ്സാണ് ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഒരു 100 ക്ലയൻസ്, 200 ക്ലയൻസ്, ഒരു 2 വർഷം കൊണ്ട് നമ്മളൊരു 200 ക്ലയൻസിനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അസറ്റായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ ഇൻഷുറൻസ് മാത്രമല്ല നമ്മൾ കൊണ്ട് നടക്കേണ്ടത്. ഞാൻ ഗൂഗിൾ മൈ ബിസിനസ് പഠിച്ചിട്ടുണ്ട്. അതുകൂടാതെ ന്യൂറോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാനായിട്ട് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഞാൻ ഡോക്ടർ EGM നായരുടെ കങ്ങരപ്പടിയിലാണ്. അദ്ദേഹം രാജഗിരി കോളേജിലെ യോഗ ടീച്ചറാണ്, യോഗ ലെക്ചററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഞാൻ പതഞ്ജലി പ്രാണയോഗയും കൂടി പഠിക്കുന്നുണ്ട്. അതേപോലെ ഡയറ്റീഷ്യൻ്റെ കോഴ്സും പഠിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ എന്താ പറയുക, സ്പോർട്സ്, ബാഡ്മിൻ്റൺ വെറ്ററൻ കാറ്റഗറിയിൽ നാഷണൽസിൽ കളിക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി ഞാൻ ബാഡ്മിൻ്റനും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം സമയം എങ്ങനെ കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 2010 മുതൽ ഓൺലൈൻ മീഡിയകളിൽ ആക്റ്റീവാണ്. അപ്പോൾ ഈ ഓൺലൈൻ മീഡിയകളിൽ എനിക്ക് എങ്ങനെ റവന്യൂ ഏൺ ചെയ്യാം, ആ റവന്യൂ എങ്ങനെ 0 കോസ്റ്റിൽ ഏൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് 14 വർഷമായിട്ട്. അപ്പോൾ അതിൻ്റെ ആ അന്വേഷണങ്ങളുടെ എല്ലാം ഭാഗമായിട്ട് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് സമയം ചിലവാക്കാമെന്നുള്ളൊരു വീഡിയോസും കാര്യങ്ങളും ഫോളോവേഴ്സൊക്കെ ചെയ്ത് അലി അബിദാൽ, അതേപോലെ തന്നെ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ, അങ്ങനെ കുറച്ചധികം മെൻറ്റേഴ്സിനെ ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഞാൻ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാനും ഒരു പ്രബന്ധം എഴുതാൻ തീരുമാനിച്ചു. ആ പ്രബന്ധത്തിൻ്റെ പേരാണ് സെനോ ട്രാൻസ്പ്ലാന്റേഷനും ആഷ്ട്രഭാരത സംസ്കാരവും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട്, സെനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്താണെന്ന് ഒട്ടുമിക്കവർക്കും അറിയില്ല, വെറുതെ ഒന്ന് ഞാൻ പറഞ്ഞു തരാം.
അതായത് ഇന്ന് മനുഷ്യന് ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തരാനായിട്ട് ഒരു ജീവിക്ക് സാധിക്കും. ആ ജീവി മറ്റേതുമല്ല, നമ്മുടെ പന്നിയാണ്. അതായത് ക്രിസ്പർ കാസ്നൈൻ എന്ന് പറഞ്ഞ ജീൻ എഡിറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് ആ പന്നിയുടെ ഹൃദയത്തിൽ ജീനുകൾ എഡിറ്റ് ചെയ്ത് ആ ഹൃദയം മനുഷ്യനിൽ വെച്ചപ്പോൾ അത് വർക്ക് ചെയ്തത് 30 ദിവസത്തിന് മേലെയാണ്. അപ്പോൾ ഇന്ന് ഈ 2022 30 ദിവസത്തിന് മേലെ അത് വർക്ക് ചെയ്തെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അത് അതിന് മേലെ പോകും. അപ്പോൾ അവയവം വേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഹൃദയം വേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതും അവൈലബിൾ ആകുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അറിഞ്ഞതല്ല, ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എനിക്കിനി അതിൻ്റെ ആവശ്യകത വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ല ഒരു കൂട്ടം ആളുകൾക്ക് അത് ആവശ്യകത വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു ഭാഗം കൂടി ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ടതായിട്ട് ആവശ്യകത ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ പല സ്ഥാപനങ്ങളെയും സമീപിച്ച് അവരുടെ എല്ലാം ജോലി ഞാൻ ചോദിച്ചു മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ മൈ ബിസിനസ്സാണ്, GMB എന്ന് പറയും. അതിൽ ഗൂഗിൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഗൂഗിൾ ബിസിനസ് മാനേജ്മെൻറ്റ് വരും. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ 3rd സെം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസം എല്ലാം കൊണ്ടും വേണ്ടതാണ്. സഹല പറവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കാണാനിടയായി. അതായത് ലെസ് ബ്രൗൺ പറയുന്നൊരു വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ മലയാളത്തിൽ പറയാം. നമ്മളൊരു കാരണവശാലും പഠിക്കാൻ നമുക്ക് ഒരു പ്രായത്തിൻ്റെ പരിധിയോ അല്ലെങ്കിൽ പഠിക്കാതിരിക്കാൻ ഒരു പ്രായത്തിൻ്റെ അധീനതയോ നമുക്കില്ല എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ എനിക്ക് 38 വയസ്സുണ്ട്. ഈ 38 വയസ്സിലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് അതിനനുസരിച്ചുള്ള ഓഫേഴ്സും വരുന്നുണ്ട്. പിന്നെ ഞാൻ ഫ്രീലാൻസിങ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റേതായ സമയം ചൂസ് ചെയ്യുക, എത്ര വർക്ക് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു കോള് റിങ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു കോള് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ അവിടെ ഉദ്ദേശം നടക്കുന്ന ഒന്നില്ലെങ്കിൽ അവിടെ സെയിൽ നടക്കും. ആ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആൾക്ക് ഉപകാരം ഉണ്ടാകുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് പഠിച്ചുകൊണ്ടിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ, ടെക്നോളജീസ് പഠിക്കുക, ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കസ്റ്റമറെ അല്ല കണ്ടെത്തേണ്ടത്, കസ്റ്റമറെ നമ്മളെ ക്ലയൻസ് ആക്കി മാറ്റാനാണ് ശ്രമിക്കേണ്ടത്. ഈ ഒരു സ്കില്ല് നേടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അനിവാര്യമായിട്ടുള്ളത് ഗൂഗിൾ മൈ ബിസിനസ് എന്നുള്ള പ്ലാറ്റ്ഫോം പഠിക്കുക. പല സ്ഥാപനങ്ങളിലും അത് വളരെ വീക്കായിരിക്കും. ആ വീക്കായിട്ടുള്ള സ്പോട്ട് കണ്ടിട്ട് അവരോട് സംസാരിച്ച് ഫൈനാൻഷ്യൽ സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതിന് നമ്മൾ MBA പഠിക്കണം എന്നില്ല. MBAയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടും. പല പ്രമുഖ വ്യക്തികളുടെ ഇൻ്റർവ്യൂസ് കാണുന്നതിലൂടെ കിട്ടും. പിന്നെ ഇതിനേക്കാൾ ഉപരി നമുക്ക് പ്രാർത്ഥന ആവശ്യകതമായിട്ട് വരേണ്ടതുണ്ട്. അതായത് ഞാൻ ഞാൻ പരിശുദ്ധമായിട്ടുള്ള ഖുർആൻ മനഃപ്പാഠമാക്കാൻ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ എന്നിൽ കേപ്പബിലിറ്റീസ് കണ്ടതിൻ്റെ പേരിൽ ഡോക്ടർ EGM നായർ അദ്ദേഹം ഭഗവത്ഗീത കൂടി എനിക്ക് പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗീതോപദേശം നമുക്കറിയാമല്ലോ. ആർഷഭാരത സംസ്കാരത്തിൽ എന്തു ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നപ്പോൾ, അതും അത്യന്തം പരീക്ഷിതമായിട്ടുള്ള കൺഫ്യൂഷനിൽ നിന്നപ്പോൾ ഗീതമായ ഉപദേശങ്ങളിലൂടെ എല്ലാവരെയും നേർവഴിയിലേക്ക് കാണിച്ച ഭഗവാൻ വിഷ്ണുവിൻ്റെ ആ ഒരു കൈകടത്തലാണ് ഭഗവത്ഗീത. അപ്പോൾ നമ്മൾ നിസ്സംഗരായിട്ട് നിൽക്കുമ്പോൾ, അതായത് നമുക്കൊരു ഐഡിയോളജി ഒന്നും തന്നെ തെളിയാതെ നിൽക്കുമ്പോൾ നമുക്ക് മാർഗദർശനം നൽകുന്ന രീതിയിലാണ് അവിടെ പ്രസൻറ്റേഷൻ വരുന്നത്. അപ്പോൾ ഐശ്വര്യങ്ങളെക്കുറിച്ചും എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ ഐശ്വര്യങ്ങളിൽ ഒന്നാണ് നിസ്സംഗത, ഡിസ്പാഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഡിസ്പാഷൻ എന്നുള്ളൊരു കാര്യം നമ്മളിലേക്ക് ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ, നമ്മളതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നിനോട് ആർത്തി ഉണ്ടാവില്ല. നമ്മൾ മറ്റൊരാൾക്ക് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായി കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇൻകം കൂടുകയും ചെയ്യും. കാരണം ഇപ്പം ഞാൻ ചെയ്യുന്ന പ്ലാറ്റ്ഫോം എല്ലാം റെഫർ ആൻഡ് ഏൺ കാറ്റഗറിയിലുള്ളതാണ്. ഞാൻ റെഫർ ചെയ്യുന്നതിനും എനിക്ക് ഏണിങ്സ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഏൺ ചെയ്ത് നിൽക്കുമ്പോൾ നമുക്ക് ഏത് രീതിയിലും നമ്മുടെ മൊബൈലിനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്തെടുക്കാം. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണിൻ്റെ പവർ ഞാനൊരു ചെറിയൊരു കഥയായിട്ട് പറയാം. ഈ ന്യൂക്ലിയർ ഫിഷനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. ആ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞത് നടന്നപ്പോൾ ഹിരോഷിമയിലും നാഗാസാക്കിയിലും അത്യന്തം വലിയ വൻ വിനാശമാണ് നടന്നത്. ഈ 2 ന്യൂക്ലിയർ ഫിഷൻ നടക്കണം, ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കണമെങ്കിൽ 3 ഹൈഡ്രജൻ മോളിക്യൂൾസ് ചേർന്ന് ഹീലിയം മോളിക്യൂൾസ് ആവുന്ന ആ പ്രൊസീജിയറിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതങ്ങ് നടക്കുന്നത് സൂര്യനിലാണ്. അപ്പോൾ സൂര്യനിൽ നടക്കുമ്പോൾ, ആ ഫ്യൂഷൻ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങ് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട ഊർജ്ജം ലഭിക്കുകയാണ്. ഈ മൊബൈലിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്രയധികം മെറ്റീരിയൽ ഫ്യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി വെറും ലോജിക്കായിട്ടുള്ള 1 0 മാത്രം അറിയാവുന്ന, ഒരു ഭാഷ അറിയാവുന്ന ഈ ഒരു മൊബൈലിന്, ഈ ഒരു കല്ലിന് റേഡിയോ ആക്ടിവിറ്റി വരെയുണ്ട്. ഇതൊരു ഫ്യൂസ്ഡ് പ്രൊഡക്റ്റാണ്.
ഇത് ഒരു സൂര്യ തേജസ് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. ഇതിന് അതിൻ്റെ പവർ അറിഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് മറ്റൊരു പേരിടാം, ATM എന്നിടാം. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ പോലെ നമുക്കിതിനെ മാറ്റാനായിട്ട് സാധിക്കും. ഇതിൽ നിന്ന് റവന്യൂ വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ അടിമപ്പെടുത്തേണ്ടതാണ് യഥാർത്ഥ കാര്യം. ഇതിനെ അടിമപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? നമ്മൾ യൂട്യൂബ് എടുത്തിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. നമുക്ക് ഏൺ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ഇലക്ട്രോണിക്കലി, അതേപോലെ പല പല ആപ്ലിക്കേഷൻ ത്രൂ ഏൺ ചെയ്യാനായിട്ട് എങ്ങനെയാണെന്നുള്ളത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ടേർട്ടിൽ മിൻറ്റ് പ്രോ ഒരു ആപ്ലിക്കേഷനാണ്, അത് ഇതിലൂടെ നമുക്ക് പഠിക്കാം. അതേപോലെ സെറ്റ് പാർട്ട്ണർ ഒരു ആപ്ലിക്കേഷനാണ്, അത് ഇതിലൂടെ നമുക്ക് ചെയ്യാം. അതേപോലെ മൈ ഫസ്റ്റ് പാർട്ട്ണർ അതൊരു ആപ്ലിക്കേഷനാണ്, അത് ഇതിലൂടെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലൂടെ പഠിച്ച് അതെല്ലാം ഇതിലൂടെ പ്രാക്ടീസ് ചെയ്ത് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഇതിലൂടെയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കാര്യങ്ങളെല്ലാം. അപ്പോൾ സുഹൃത്തുക്കളോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. ഞാൻ ചെയ്യുന്ന മേഖല ഇതുമാത്രമല്ല കേട്ടോ, ഇതിൽ കൂടുതൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഭാവിയിൽ പിന്നീട് പറയാം. എന്നാലും ഇന്ന് ഇത്രയധികം കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, കേട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. പിന്നെ ഞാനിത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ ചിലർ വിചാരിക്കുക ഈ പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക, എപ്പോഴത്തേക്കും പോലെ തള്ളുന്നതാണെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റാണ്. കാരണം എനിക്ക് കഴിഞ്ഞ മാസം നവംബർ 28 ഞാൻ ചെയ്ത ഇൻഷുറൻസിന് എനിക്ക് ബോണസായിട്ട് കിട്ടിയത്, കമ്മീഷനായിട്ട് കിട്ടിയത് 27,681 രൂപയാണ്. അതുകൂടാതെ അന്ന് തന്നെ ഞാൻ ഒരു ഇൻഷുറൻസ് ചെയ്തു, പക്ഷേ അത് ഡിസംബറിലേക്കാണ് മാറിയത്. അപ്പോൾ എനിക്കതിൻ്റെ കമ്മീഷൻ കിട്ടിയത് ജനുവരി 16 9,680 രൂപയാണ് അതിന് കിട്ടിയത്. അതിൻ്റെ ഇടയിൽ ഞാൻ വാഹനങ്ങളുടെ ഇൻഷുറൻസ് ചെയ്തു. അപ്പോൾ അതിനൊക്കെ 1000, 1500, 500 അങ്ങനെയൊക്കെ കമ്മീഷൻസ് ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ ഫുൾ ടൈം ആയിട്ട് എടുക്കാതെ ഞാൻ എൻ്റെ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ട് കിട്ടിയതാണ്. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് ഫുൾ ടൈം ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങാൻ തീരുമാനിച്ച് ഒരു വർഷത്തിൽ ഒരു 100 ക്ലയൻറ്റിനെങ്കിലും കണ്ടെത്താൻ, 100 കസ്റ്റമറല്ല 100 ക്ലയൻറ്റിനെങ്കിലും കണ്ടെത്താൻ തയ്യാറായിട്ടുള്ള ഒരാൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന അയാളുടെ ലൈഫ് ടൈം ഇൻകമാണ്. അത് ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഹയർ പൊട്ടൻഷ്യലാണ്, ജനറൽ ആണെന്നുണ്ടെങ്കിൽ നല്ല പൊട്ടൻഷ്യലാണ്. അതേപോലെ തന്നെ നമ്മൾ ബിസിനസ് സ്ട്രാറ്റജീസൊക്കെ പറഞ്ഞു കൊടുത്ത ഒരാളായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ബിസിനസ് ക്വാളിറ്റി എന്നുള്ള പേഴ്സൻറ്റേജ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ പല പല രീതിക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ ഒന്നേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ, നോ എന്ന് പറയാതിരിക്കാനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ മൊബൈലിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ പഠിക്കുക, ഏൺ ചെയ്യുക, അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഗൈഡൻസ് ആവശ്യം വരികയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എൻ്റെ പേര് ഷാഹിദ് ഹോക്കറാസ് എന്നുള്ളത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ്. അത് ഹെൽത്ത് ആൻഡ് വെൽത്ത് ക്രിയേഷൻ ആൻഡ് റിട്ടൻഷൻ ഓട്ടോമേഷൻ സിസ്റ്റത്തിൻ്റെ ചുരുക്കപ്പേരാണ്. അതൊരു പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് പ്രോഡക്റ്റാണ്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വഴിയേ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. ബ്ലഡ് ഡൊണേഷൻ, അതായത് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഏത് പാതിരാത്രിക്ക് നിങ്ങൾ വിളിച്ചാലും ഞാൻ അപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട സഹായ സൗകര്യങ്ങളെല്ലാം ചെയ്തു തരും. നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ എത്തിത്തരും. ഇപ്പം ഞാൻ നിൽക്കുന്നത് നിലവിൽ നേമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസിലാണ്. അവിടെ പ്രധാനമന്ത്രിയുടെ PMKYC എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നേക്കാണ്. അപ്പോൾ സ്റ്റാർട്ടായിട്ടില്ല, എന്ന് അവസാനിക്കുന്നു എന്ന് എനിക്കറിയില്ല. അതുവരെ ഞാനിവിടെ ഓൺ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ എനിക്ക് ഓടിയെത്തൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ടെലികോളിങ്ങിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ നീക്കാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏണിങ്സ് എത്ര വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ആ തീരുമാനമെടുക്കേണ്ടതും അത് ചെയ്യേണ്ടതും എല്ലാം നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ്. അത് ഞാൻ നിങ്ങളിലേക്ക് വിട്ടേക്കാണ്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലരും വീട്ടിലിരുന്നൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. ഞാൻ പറഞ്ഞ വർക്കുകളെല്ലാം, ഒട്ടുമിക്ക വർക്കുകളും വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്ന വർക്കുകളാണ്. അപ്പോൾ ആ വർക്കുകൾ ചെയ്യാനായിട്ട് വലിയ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടതാണ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർ എന്നെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൈഡൻസ് തരാം, വേണ്ട ഹെൽപ്പും സപ്പോർട്ടും എല്ലാം തരാം. അപ്പോൾ ഓക്കെ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിട പറയുകയാണ്. ഇനി അടുത്ത വീഡിയോയായിട്ട് വീണ്ടും വരാം. ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് ഫെബ്രുവരി. ആൻഡ് എല്ലാവർക്കും നല്ലവിധ ശുഭദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ്. ഹുദ ഹാഫിസ്.